തിരുവനന്തപുരം വെഞ്ഞാറമൂടേക്ക് പോവുകയാണ്. കൂട്ടക്കുരുതിയിൽ പ്രതി അഫാൻ ലഹരിക്ക് അടിമയെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ അഞ്ജു ഒരിക്കൽ കൂടി ചേരുകയാണ്. അഞ്ജു, ഏത് തരത്തിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്? രുചീഷ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് നേരത്തെ അനുരാഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരിക്ക് അടിമയാണ് പ്രതി എന്ന് കണ്ടെത്തുകയാണ്. ഒപ്പം തന്നെ ഈ പ്രതി എല്ലാ വീട്ടിലും, ഈ പോയ വീടുകളിലൊക്കെ എന്തോ ഒന്ന് തിരഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വീടുകളിലും വസ്ത്രങ്ങൾ ഉൾപ്പെടെ വലിച്ചുവാരി ഇട്ടിരിക്കുന്നത്. നിലവിൽ പ്രതിയുടെ ഈ വീട്ടിൽ തന്നെ പോലീസ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഉള്ളിൽ ചില നോട്ടുകെട്ടുകളുണ്ട്, അതായത് പണം അവിടെ ഇവിടെയായിട്ട് ചിതറിക്കിടക്കുന്നുണ്ട്, വസ്ത്രങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് മറ്റ് രണ്ടിടങ്ങളിലും കാണാൻ സാധിക്കുന്നത്. അവിടെയൊക്കെ എന്തോ ഒന്ന് പ്രതി തിരഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഉപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തി അത്തരത്തിൽ എന്തെങ്കിലും ഈ മാല എന്തെങ്കിലും എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ ആ മാല നേരത്തെ സഹോദരിയുടെ മകൾക്ക് കൈമാറിയിട്ട് ഉണ്ടായിരുന്നു എന്ന് ബന്ധു ഉൾപ്പെടെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അത്തരത്തിൽ എന്തെങ്കിലും ലത്തീഫിന്റെ വീട്ടിൽ ഉണ്ടോ എന്ന് അറിയാനായിരിക്കാം ഒരുപക്ഷെ അവിടെയും പരതിയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അവിടെയും വലിച്ചുവാരി ഇട്ട നിലയിലായിരുന്നു. ഈ വീട്ടിലും പ്രതി ഇത്തരത്തിൽ പണം എന്തോ ഒന്ന് തിരഞ്ഞിട്ടുണ്ട്. അവിടെ ഇവിടെയും ഒക്കെ വസ്ത്രങ്ങൾ വാരിയിട്ട നിലയിൽ തന്നെ കാണുന്നുമുണ്ട്. പ്രധാനമായിട്ടും ഒരു ആയുധം ഉപയോഗിച്ചിട്ടാണ് എല്ലാവരെയും കൊന്നത് എന്നത് വ്യക്തമാകുകയാണ്. എല്ലാവരും തലയ്ക്ക് അടിച്ച് ആണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നടന്നിട്ടുള്ള 2 കൊലപാതകം, അത് ഒപ്പം ചേർത്തു പിടിച്ചിട്ടുള്ള കുഞ്ഞനുജൻ, തന്നെക്കാൾ 10 വയസ്സ് ഇളയതായിട്ടുള്ള തൻ്റെ കുഞ്ഞനുജനെ നെറ്റിയിലടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മാതാവിനെ ചുമരോട് ചേർത്ത് അടിച്ചിട്ടാണ് വീഴ്ത്തിയിരിക്കുന്നത്. അപ്പോഴും മരിച്ചു എന്ന് കരുതിയാണ് ആദ്യം മാതാവിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിനുശേഷം മുറിയിൽ പൂട്ടിയിട്ടതിന് ശേഷമാണ് ഇവിടുന്ന് ഉച്ചയോടുകൂടി ഈ പ്രതി പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം മറ്റ് കൃത്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം കുഞ്ഞനുജൻ തിരിച്ചെത്തുന്നത് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അതിൽ ഈ അനുജൻ തിരിച്ചെത്തിയതിന് ശേഷം ഈ കൊച്ചനുജനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതും തലക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി. ഹാളിലാണ് അനുജനെ കൊലപ്പെടുത്തി കിടത്തി അനുജന്റെ മൃതദേഹം പോലീസ് കണ്ടെത്തുന്നത്. ഒപ്പം തന്നെ മറ്റൊന്ന്, ഈ പ്രതിയുടെ പെൺസുഹൃത്താണ്. സുഹൃത്തിനെ മുകളിലത്തെ നിലയിൽ കസേരയിലാണ് കണ്ടത്. ആ കസേരയിലായിരുന്നു അടിച്ച് കൊലപ്പെടുത്തിയത് കണ്ടത്. എല്ലാവരെയും കൃത്യം ഏത് തരത്തിലാണ് ചെയ്തതെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്നതിന്റെ പേരിൽ മാത്രമാണോ ഇത്രയും വലിയൊരു കൊലപാതകം പ്രതി ചെയ്യാൻ ഇടയാക്കിയത് എന്നതാണ് പോലീസ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 75 ലക്ഷം രൂപയുടെ കടം അങ്ങാനും പിതാവിനുണ്ട് എന്നതാണ് പോലീസിന് ഈ പ്രതി മൊഴിയായിട്ട് നൽകിയിട്ടുള്ളത്. അത് കൃത്യമാണോ എന്നുൾപ്പെടെയുള്ള കാര്യം പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നത്, അതും പിതാവിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെയാണ് മകൻ്റെ തലയിലേക്ക് വരുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. കൂടാതെ തന്നെ ഈ പ്രതി ആയിട്ടുള്ള ആള്, നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ 3-4 ആഴ്ചയായി സ്ഥിരമായി ഭക്ഷണം മേടിക്കുന്ന കടയിൽ ഉൾപ്പെടെ കടം ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭക്ഷണ സാധനങ്ങൾ മേടിച്ച് കടം പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തോ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നതാണ്. നേരത്തെ ബുള്ളറ്റും കാറും ഉൾപ്പെടെ ഈ പ്രതിക്ക് ഉണ്ടായിരുന്നു. അതുൾപ്പെടെ വിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എന്നുൾപ്പെടെ പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറയുന്നത്. ഇനിയിപ്പോൾ ആ കാര്യത്തിലെ കുറിച്ച് പിതാവിന് തന്നെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. എത്തരത്തിലാണ് തൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എന്നും എങ്ങനെയാണ് അത് മകനെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പിതാവിന് മാത്രമേ പറയാനുള്ളൂ. ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പോലും ഒരു സൈക്കോ കില്ലറെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ കൊലപാതകം നടത്തുന്നു എന്ന് മാത്രമല്ല, ഒരേ ആയുധം ഉപയോഗിച്ച് 25 കിലോമീറ്റർ ദൂരത്തേക്ക് പല തവണകളിലായി ഈ ഓരോ വീടുകൾ മാറി മാറി പോയി ഓരോ ആളുകളെയായി കൊല്ലുന്നത് ഒരു സാധാരണഗതിയിൽ ഒരു സാമ്പത്തിക തരത്തിൽ മാത്രം നമ്മൾ കണ്ടാൽ മതിയാകും. ഒരിക്കലും ആ തരത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ രുചീഷ് സൂചിപ്പിച്ചതുപോലെ 20 കിലോമീറ്ററുകൾ കൂടുതൽ സഞ്ചരിച്ചിട്ടാണ് ഈ കൊലപാതകം ചെയ്യുന്നത് പ്രതി. അതും സഞ്ചരിച്ച് കൊലപാതകം ചെയ്യുന്ന ഒരു കൊലപാതക പരമ്പര തന്നെയാണ് പ്രതി നിർവഹിക്കുന്നത്. അതും സ്വന്തം ഉറ്റവരെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്നത് തന്നെയാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം തന്നെ. അതിനു മാത്രം എന്ത് ആണ് അത്രയും പ്രതിക്ക് ഇത്രയും ക്രൂരകൃത്യം ചെയ്യാനുള്ള എന്താണ് പ്രതിയെ അതിലേക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസിന്
പ്രധാനമായിട്ടും അറിയേണ്ടത്. അതിന്റെ പ്രേരണയായിട്ട് ഈ ലഹരിയാണോ ഉണ്ടായിരുന്നത്, ആ ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണോ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം പ്രതി ചെയ്തത് എന്നത് പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒപ്പം വെറും ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ എന്തിനാണ് സ്വന്തം പെൺ സുഹൃത്തിനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ കൊല ചെയ്തത് എന്നത് ഉൾപ്പെടെ പോലീസിന് അറിയേണ്ടതുണ്ട്. അത് ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നത് പ്രതി അന്വേഷണം വഴിതെറ്റിക്കാൻ പോലീസിനോട് വെറുതെ പറഞ്ഞതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. പക്ഷേ മുൻപും സമാനമായ രീതിയിൽ പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് ഈ നാട്ടുകാരും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ സൈക്കിൾ വാങ്ങി നൽകാത്തതിന്റെ പേരിൽ മണ്ണെണ്ണ കുടിക്കുന്നു, മൊബൈൽ ഫോൺ വാങ്ങി നൽകാത്തതിന്റെ പേരിൽ എലിവിഷം കഴിക്കുന്നു. ഇത്തരത്തിൽ ആത്മഹത്യ പ്രവണതയുള്ള ഒരു ആളാണ് എന്നത് വ്യക്തമാകുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് ഈ പ്രദേശവാസികളിൽ നിന്ന് ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ പ്രതി അധിക ചെലവ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഈ പ്രതിക്ക് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തെത്തുന്നു. മാതാവിൽ നിന്നും പിതാവിൽ അയച്ചു തരുന്ന കാശ് ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് എന്നതാണ് നിലവിൽ ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഈ പുറത്ത് വളരെ സൗമ്യ സ്വഭാവം കാണിക്കുന്ന ഈ പ്രതി എങ്ങനെയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്, എപ്പോഴാണ് ഈ കുറ്റകൃത്യം ചെയ്യാൻ ആസൂത്രണം ചെയ്തത്, അതിന് ആരെങ്കിലും പ്രേരണ നൽകിയിട്ടുണ്ടോ, ഈ ആസൂത്രണം എപ്പോൾ ചെയ്തു, എങ്ങനെ ചെയ്തു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പോലീസ് കണ്ടെത്തി വിശദീകരിക്കേണ്ടതുണ്ട്. അതിൽ ലഹരി പദാർത്ഥം എന്താണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ഉൾപ്പെടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അനുജനെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതൊക്കെ ചിത്രങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു അനുജനെ ഇത്രയും ക്രൂരമായിട്ട് കൊല്ലണമെങ്കിൽ ഒരു പക്ഷേ അതിന് സാമ്പത്തിക പ്രതിസന്ധി കാരണം മാത്രമാകുമോ എന്നത് ഏവരുടെയും മനസ്സിൽ ഉയർന്ന ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ മറ്റ് ബന്ധുക്കളുടെ വീട്ടിൽ ഈ പ്രതി എന്താണ് തിരഞ്ഞത്, അവിടെ എന്തിനു ചെന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കുഞ്ഞ് ഇവിടെ എത്തിയതിനു ശേഷം, വൈകിട്ട് എത്തിയതിനു ശേഷം തൊട്ടടുത്ത് ഈ വീട്ടിൻ്റെ പുറകുവശത്തുള്ള വീട്ടിൽ ചെന്ന് അവിടുത്തെ അയൽവാസിയോട് മൊബൈൽ ഫോൺ വാങ്ങിയിട്ടാണ് സ്വന്തം മാതാവിന്